ഹായ് ഹലോ, ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ ചെറിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ചന്ദ്രോദയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തൻ്റെ മക്കൾക്ക് ഈ രണ്ടുപേർക്ക് മാത്രമുള്ള റൂം മാത്രമേ ഇപ്പോഴുള്ളൂ. ശ്രീകാന്തിനും ഭാര്യയ്ക്കും താമസിക്കാനായിട്ട് റൂമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് രവീന്ദ്രൻ തന്നെ ഒരു തീരുമാനമെടുത്തു. പക്ഷെ ആ തീരുമാനത്തോട് യോജിക്കാനായിട്ട് സച്ചിയോ രേവതിയോ തയ്യാറായിരുന്നില്ല. ഇനി എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ അവസാനം സച്ചി അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛൻ അങ്ങനെയൊന്നും പറയരുത്, ഈ റൂം അച്ഛൻ തന്നെ കിടന്നോളൂ, ശ്രീകാന്തിനും വർഷയ്ക്കും ഞങ്ങളുടെ റൂം ഞങ്ങൾ വിട്ടുകൊടുത്തോളാം, കുഴപ്പമില്ല, ഞങ്ങൾ ഹാളിലും ടെറസിലുമായിട്ട് കിടന്നോളാം, യാതൊരു പ്രശ്നവും ഇല്ല, അച്ഛൻ ആ റൂമിൽ തന്നെ കിടന്നാൽ മതി എന്നൊക്കെ ആവർത്തിച്ചു സച്ചിയും നമ്മുടെ രേവതിയൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാനായിട്ട് രവീന്ദ്രൻ തയ്യാറായില്ല. ഇനി മക്കൾ തമ്മിൽ ഒരു അടിയും വഴക്കും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി ഇതിൽ നിന്നും പിന്മാറാനായിട്ട് ഞാൻ തയ്യാറല്ല. ഞങ്ങൾ എന്തായാലും എൻ്റെ റൂം വർഷയ്ക്കും ശ്രീകാന്തിനുമായിട്ട് വിട്ടുകൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ റൂമിൽ തന്നെ താമസിച്ചോളൂ, ഞങ്ങൾ ഹാളിൽ തന്നെ കിടന്നോളാം എന്ന് പറഞ്ഞ് രവീന്ദ്രൻ നേരെ പോയി പായൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെ വിരിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണ്. എന്നിട്ട് ചന്ദ്രമതിക്കും ആ ഒരു പാ കൊടുത്തു. ചന്ദ്രമതിയോടും കിടക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. പക്ഷേ അച്ഛൻ ഇത്രയും തണുപ്പത്ത് എങ്ങനെ തറയിൽ കിടക്കും, ഞങ്ങൾക്ക് പോലും കിടക്കാനായിട്ട് പറ്റിയില്ല, പിന്നെ അസുഖമുള്ള അച്ഛൻ എങ്ങനെ ഇത് കിടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആവർത്തിച്ച് വീണ്ടും പറയുന്നുണ്ട്, അച്ഛൻ ഞങ്ങളുടെ റൂമിൽ പോയി കിടക്ക്, വർഷയ്ക്കും ശ്രീകാന്തിനും റൂം കൊടുക്കാം, ഞങ്ങൾ ഹാളിലൊക്കെ കിടന്നോളാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊന്നും രവീന്ദ്രനോ ചന്ദ്രമതിയോ കേട്ടില്ല. അവസാനം സച്ചി തീരുമാനിച്ചു, നേരെ റൂമിലോട്ട് പോയിട്ട് രേവതിയോട് പറയുന്നുണ്ട്, രേവതി നമുക്ക് ഈ കട്ടിലൊക്കെ കൊണ്ട് അച്ഛന് കൊടുക്കാം, എന്തായാലും അച്ഛൻ തറയിലും നമ്മൾ ഈ ബെഡിലുമായിട്ട് എങ്ങനെ കിടക്കും, അതുകൊണ്ട് ഈ ബെഡും തലങ്ങണയൊക്കെ അച്ഛന് കൊണ്ട് കൊടുക്കാം എന്ന് രേവതിയും തീരുമാനിച്ചു. അങ്ങനെ സച്ചിയുടെയും രേവതിയുടെയും ആ ബെഡ് തലങ്ങണയൊക്കെ കൊണ്ട് സച്ചി നേരെ അച്ഛൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുവാണ്. ആദ്യം രവീന്ദ്രൻ അത് സമ്മതിച്ചില്ലെങ്കിൽ പോലും നമ്മളെ റൂമേ പോയി ഇനി കിട്ടിയ ബെഡെങ്കിലും നശിപ്പിക്കാതെ എന്ന് ചന്ദ്രമതി പറഞ്ഞപ്പോൾ ശരി എന്ന് പറഞ്ഞ് സച്ചിയും രേവതിയും കൊടുത്ത ബെഡിൽ തുണിയൊക്കെ വിരിച്ച് തലങ്ങണയൊക്കെ ഇട്ട് രവീന്ദ്രനും ചന്ദ്രമതി സുഖമായിട്ട് കിടന്നുറങ്ങുവാണ്. പക്ഷേ എത്രയൊക്കെ ആണെങ്കിലും വർഷയും ശ്രീകാന്ത് വന്നതിന് ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങൾ വന്നത് എന്നുള്ളൊരു ടെൻഷനും രവീന്ദ്രനും ചന്ദ്രമതിക്കും ഉണ്ട്. ഞങ്ങൾ എവിടെയാണെങ്കിലും കിടക്കും, യാതൊരു പ്രശ്നവുമില്ല, പക്ഷെ എനിക്ക് മക്കൾ തമ്മിൽ ഒരുമിച്ച് പോകണം, സന്തോഷത്തോടെ പോകണം, ആ ഒരു ആഗ്രഹം മാത്രമേ എനിക്കുമുള്ളൂ എന്നാണ് രവീന്ദ്രന്റെ സംസാരം. എന്തായാലും ആ ഒരു ഇനി അവരെല്ലാവരും കൂടി ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഈ സമയത്ത് വർഷയും ശ്രീകാന്തും കൂടി പുറത്തൊക്കെ പോയി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരികെ വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കും അവിടെ നടക്കുന്ന സംഭവങ്ങൾ അതിനുശേഷമാണ് അറിഞ്ഞത്. ശ്രീകാന്ത് തന്നെ ചോദിക്കുന്നുണ്ട്, എന്താ സംഭവം, അല്ലെങ്കിൽ അച്ഛൻ എന്താ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞു. എന്നാൽ അച്ഛൻ ഇവിടെ കിടക്കേണ്ട ആവശ്യമില്ല, അച്ഛൻ ഞങ്ങളെ റൂമിൽ തന്നെ കിടന്നോളൂ, ഞങ്ങൾ ഹാളിലും ടെറസിലൊക്കെ ആയിട്ട് കിടന്നോളാം, യാതൊരു പ്രശ്നവുമില്ല, അച്ഛൻ ഞങ്ങൾ റൂമിൽ തന്നെ കിടന്നോളൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാനായിട്ട് രവീന്ദ്രൻ തയ്യാറല്ല. കാരണം തൻ്റെ മക്കളുടെ സുരക്ഷിതത്വം, തൻ്റെ മക്കളുടെ സന്തോഷം, അതാണ് രവീന്ദ്രന് ആവശ്യം. അങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും ഇതെല്ലാം കേട്ടിട്ട് വർഷയും ശ്രീകാന്തിനെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടും എപ്പോഴും പറയുന്നത് പോലെ കളിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ സച്ചി ശ്രമിച്ചു. ഇതിൻ്റെ ഇടയിൽ വർഷ പറഞ്ഞ ഒരു കാര്യം, ഇവിടെ തെറ്റ് വേറെ ആരുടെയും ഭാഗത്തല്ല, അച്ഛൻ്റെ ഭാഗത്താണ് തെറ്റ്, വേറെ ആരുടെയും ഭാഗത്തല്ല, അച്ഛൻ്റെ ഭാഗത്താണ് തെറ്റെന്നും അച്ഛന് ദീർഘവീക്ഷണം ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. 3 മക്കളുണ്ട്, അപ്പോൾ 3 പേർക്കും 3 റൂമായിട്ട് പണിത് കൊടുത്താൽ മാത്രമേ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അവരുടെ ഭാര്യമാരുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്ന് അച്ഛൻ ചിന്തിക്കണമായിരുന്നു. അങ്ങനെ ചിന്തിച്ചിരുന്നു എങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരത്തില്ലായിരുന്നു എന്ന് വർഷ രവീന്ദ്രനോട് പറയുവാണ്. എന്നാൽ രവീന്ദ്രനും തോന്നി, അത് ഞാൻ ചെയ്യണമായിരുന്നു, ഞാൻ അപ്പോൾ അങ്ങനെ ചെയ്തിരുന്നു എങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ലായിരുന്നു, എന്തായാലും നിങ്ങൾ ഞങ്ങളുടെ റൂമിൽ കിടന്നാൽ മതി, സച്ചിയും രേവതിയും അവരുടെ റൂമിൽ കിടക്കട്ടെ, ശ്രുതിയും അവരുടെ റൂമിൽ കിടക്കട്ടെ, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കിടന്നോളാം. അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു. പക്ഷേ ആരുടെ വാക്ക് കേൾക്കാനായിട്ടും രവീന്ദ്രൻ തയ്യാറല്ല. രവീന്ദ്രന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു. അങ്ങനെ രവീന്ദ്രനും ചന്ദ്രമതിയും കൂടി സന്തോഷത്തോടെ അവിടെ കിടക്കുവാണ്. അതിന്റെ ഇടയിലും രേവതിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടും ചന്ദ്രമതി ശ്രമിക്കുന്നുണ്ട്. അവസാനം എല്ലാവരും അവരവരുടെ റൂമിൽ പോയി. വർഷയും ശ്രീകാന്തും ഇപ്പോൾ സന്തോഷത്തിലാണ്. എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക, ഓരോ പ്രശ്നങ്ങളും ഓരോ ദിവസവും ചന്ദ്രോദയത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു കാരണം ചന്ദ്രമതി തന്നെയാണ്. ചന്ദ്രമതി 2 മരുമക്കളെ ചേർത്ത് പിടിക്കും, ഒരാളെ അകറ്റി നിർത്തും. ഇത് തന്നെയാണ് ആ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം. ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ.